Hello everyone, welcome to my യൂട്യൂബ് ചാനൽ. ഇത് എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ട് ഇടുന്ന ഓൺ വോയിസ് വീഡിയോ ആണ്. സോ ഇറ്റ്സ് സംതിങ് സ്പെഷ്യൽ ടു മീ. അതുപോലെ തന്നെ ഭയങ്കര നെർവസാണ് ബിക്കോസ് ഞാനിങ്ങനെ സ്ക്രിപ്റ്റൊന്നും ഇല്ലാണ്ട് ഇതുവരെ ചുമ്മാ മൊബൈൽ ഓണാക്കി വെച്ചിട്ട് വെറുതെ അങ്ങനെ സംസാരിച്ചിട്ടില്ല. ക്യാമറയുടെ മുമ്പിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, ഡാൻസ് ചെയ്തിട്ടുണ്ട്, നാടകം ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾക്കൊന്നും പ്രാക്ടീസൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ചുമ്മാ സംസാരിച്ചിട്ടില്ല. അപ്പം അങ്ങനെ സംസാരിക്കാൻ മടിയുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുവരെയും യൂട്യൂബ് ചാനൽ തുടങ്ങാത്തത്. അപ്പോൾ ഇന്ന് എന്തായാലും തുടങ്ങി. അപ്പോൾ ഇന്ന് എൻ്റെ ആദ്യത്തെ വോയിസ് വീഡിയോ ആണ്. തെറ്റുകളുണ്ടാവും, ക്ഷമിക്കുക. അടുത്ത വീഡിയോയിലൊക്കെ മിസ്റ്റേക്സ് ഒക്കെ തിരുത്തി അടുത്ത വീഡിയോ കുറച്ചും കൂടെ നന്നായിട്ടിടാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ തമിഴിൽ പറഞ്ഞ പോലെ തന്നെ എ ഡേ ഇൻ മൈ ലൈഫ് ആസ് എ സ്ഥാനാർത്ഥി സ്കൗട്ടർ. എൻ്റെ അമ്മ ഇവിടെ പഞ്ചായത്ത് ഇലക്ഷന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ ഒരു പാർട്ടിയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒപ്പോസും ചെയ്യുന്നില്ല. ഞാൻ ഒരു പാർട്ടിയിലും ഇല്ലായിരുന്നു. എൻ്റെ കോളേജിലാണെങ്കിൽ പോലും അങ്ങനെ പാർട്ടീസൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ മീഡിയ കോളേജിലാണ് പഠിച്ചത്. മീഡിയ ഒരു പാർട്ടിയും സപ്പോർട്ട് ചെയ്യരുത്, ഇന്നൊരു പാർട്ടിയെ മാത്രം സപ്പോർട്ട് ചെയ്യരുതെന്നുള്ളതുകൊണ്ട് കോളേജിൽ പാർട്ടീസൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പണ്ടുമുതൽ അങ്ങനെ രാഷ്ട്രീയ അങ്ങനെ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ ഒന്നിനെയും സപ്പോർട്ടും ചെയ്യുന്നില്ല, ഒപ്പോസും ചെയ്യുന്നില്ല. പിന്നെ ആഫ്റ്റർ ഓൾ ഷീ ഈസ് മൈ മദർ. അപ്പോൾ എൻ്റെ അമ്മയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് നമ്മുടെ ബൂത്തിൽ നിൽക്കുകയാണ്. അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. റെഡി ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ടേ ഉള്ളൂ. കുറച്ച് മേക്കപ്പൊക്കെ ഇടാനുണ്ട്. മേക്കപ്പൊന്നുമില്ല, കണ്ണെഴുതി പൊട്ടുണ്ട്, ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടൊന്ന് റെഡി ആവണം. ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു കോലത്തിലേക്ക് ഇറങ്ങണം. ഓക്കെ, ഇനി അടുത്ത് ബൂത്തിൽ വെച്ച് കാണാം. സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ ഇന്ന് പഴംപൊരിയാണ്. പരിപ്പോടെയും കട്ടൻ ചായ ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല. പിന്നെ ഞങ്ങളിന്ന് ബേസിക്കലി സ്ഥാനാർത്ഥി വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, പട്ടിണിയിലാണ്. പട്ടിണിയല്ല, പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കും. ഭക്ഷണം ഉണ്ടാക്കാൻ ടൈം കിട്ടിയിട്ടില്ല. സഖാവ് ദീപ ഗൈസ്, സഖാവ് ദീപയുടെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? എൻ്റെ മോള് ജയിക്കുന്നു, അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഓക്കെ. ദിസ് ഈസ് മൈ മാമൻ ഗൈസ്. ഇതെൻ്റെ മാമനാണ്. ഇത് എൻ്റെ അത്തയാണ്. അത്ത എന്ന് വെച്ചാൽ മാമൻ്റെ ഭാര്യ, അറിഞ്ഞുകൂടാത്തവർ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സെലിബ്രിറ്റിയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇപ്പം അധികം മുഖം കാണിക്കാൻ പറ്റില്ല. എല്ലാവരും നോക്കി ചിരിക്കണം. 32 പല്ല് കാണിച്ചിരിക്കണം എന്നാണ് സ്ഥാനാർത്ഥി സഖാവ് ദീപ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ നിൽക്കാൻ വിചാരിച്ചു. സഖാവ് ദീപയ്ക്ക് ഭയങ്കര വെയിലാണല്ലോ. സഖാവ് ദീപയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. ഹായ് ഗൈസ്, ഇന്നെൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എൻ്റെ മകളാണ്, ഇതും എൻ്റെ മകളാണ്. രണ്ട് പ്രിയപ്പെട്ട ചക്കര മക്കളാണ്. അത്ര ഓറാക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. ഇത് എൻ്റെ വട്ടുമോളാണ്. ഡാഡി ഓൺ ഡ്യൂട്ടി. സ്ഥാനാർത്ഥിയുടെ മക്കളാണെന്ന് പറഞ്ഞ് വലിയ പരിഗണനയൊന്നുമില്ല. അങ്ങോട്ട് പോയപ്പോൾ വണ്ടി ഉണ്ടായിരുന്നു, ഇടാൻ പോവാൻ. തിരിച്ചു വന്നപ്പോൾ കാൽനട യാത്രയാണ്. ഒരാവശ്യത്തിന് നടക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇത്രയും തേരി ഞാൻ പ്രതീക്ഷിച്ചില്ല. തേരി മീൻസ് കയറ്റം. ഫോർ നോൺ ട്രിവാൻഡ്രംകാർക്ക് വേണ്ടി മനസ്സിലാക്കാൻ. നല്ല വെയിലുണ്ട്, തളർന്നു.
വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു. അയ്യോ, അപ്പം വോട്ടിട്ടിട്ട് വീട്ടിലെത്തി. ഒരു കാര്യം പറയാൻ മറന്നു, ഇതെൻ്റെ കഞ്ഞി വോട്ടാണ്. ഞാൻ ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. കാള പോലെ വളർന്നെങ്കിലും എനിക്ക് എൻ്റെ കഞ്ഞി വോട്ടാണിത്. അപ്പോൾ അമ്മ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ തന്നെ കഞ്ഞി വോട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം ഞാൻ സന്തോഷം കൊള്ളുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്രതീക്ഷ പോലത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല, വീഡിയോസ് കിട്ടിയില്ല പ്രതീക്ഷ പോലെ ഒന്നും. ഞാൻ അധികം അവിടെ നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ വേറെ ഒന്നും, ഞാൻ അമ്മൂമ്മമാരെ തോളിലൊക്കെ ഇരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ തലയിലൊക്കെ കയറ്റിക്കൊണ്ട് പോകുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. അങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കാനാണ് ഞാൻ പോയത്. പക്ഷേ എല്ലാ അമ്മൂമ്മമാരും പയറുമണി പോലെ നടന്നാണ് വന്നത്. അപ്പോൾ അത് ഒത്തില്ല. പിന്നെ പ്രത്യേകിച്ച് ഒരു പട്ടി മീനും കടിച്ചുകൊണ്ട് പോകുന്നൊരു വിഷ്വൽ ഞാൻ കണ്ടായിരുന്നു. ഞാൻ അത് കണ്ട് അന്താളിച്ച് നോക്കിക്കൊണ്ടിരുന്ന അല്ലാണ്ട് വീഡിയോ എടുക്കാൻ മറന്നു. കുഴപ്പമില്ല, ആദ്യമായിട്ടില്ലേ, ഇനി ശരിയാവുമായിരിക്കും. അപ്പോൾ ശരി, വീഡിയോ ഇവിടെ തീർന്നിരിക്കുന്നു. റെസ്റ്റ് എടുക്കട്ടെ പോയി.